നല്ല എന്റർടൈൻമെന്റ് ആ കോമഡി എലമെന്റ്സ് ഒക്കെ ഒരു നല്ല പ്രത്യേകതയുണ്ട്. ആദ്യം നമ്മൾ വിചാരിച്ചു ഇതുപോലെ സിംഗ് ആവില്ല, പക്ഷെ നല്ല അടിപൊളി ഈ ഒരു കോമഡി പ്രതീക്ഷിച്ചില്ല. അടിപൊളി, പുള്ളി നന്നായിട്ട് പറയുന്നു. ഈ പൈങ്കിളി എന്ന നെയിമായിട്ട് നല്ല രീതിയിൽ യോജിച്ച് നിൽക്കുന്ന മൂവിയായിരുന്നു. ഏതാണ് പൈങ്കിളി എന്ന പേരിൽ നല്ല രീതിയിൽ യോജിച്ച് നിൽക്കുന്ന മൂവിയായിരുന്നു. പൈങ്കിളി എന്ന പേര് കോമഡി പേരായിട്ടേക്കുന്നത്. പക്ഷെ ഈ നമ്മുടെ മറ്റേ പുള്ളിയുടെ ഒരു കുണ്ടാ ലുക്കിലുള്ള മറ്റേ അമ്പാനായിട്ട് വന്നത്. പക്ഷെ ഈ ഒരു ചേഞ്ച് ഈ പേര് വളരെ നന്നായി ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കാണാം. കുട്ടികളൊന്നുമില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിലിമാണ്. ഒരുപാട് നാളിന് ശേഷം തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അത് അമ്പാൻ ആയാലും അതുപോലെ തന്നെ ശ്രീപാവിന്റെ ഒരു ട്രീറ്റ്മെന്റ്, ജിത്തു മാധവിന്റെ ഒരു കഥയുടെ ഒരു പിൻബലം, ഇതെല്ലാം വളരെ മനോഹരമായി ഒരുപാട് നാളുകൾക്ക് ശേഷം ഏറ്റവും നല്ല ഒരു പടമാണ്. ഫാമിലികൾക്ക് കുടുംബം വന്ന് കാണാൻ കഴിയുന്ന തരത്തിൽ വളരെ നല്ലൊരു ചിത്രം. വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമയിൽ ഒരു പ്രത്യേക സ്പേസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. വളരെ മനോഹരമാണ്. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. വളരെ വളരെ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ഫാമിലീസ് ഒക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു കോമഡി എലമെന്റ്സ് ഒക്കെ തന്നെയാണ്. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. നല്ല പടമായിരുന്നു. കോമഡി ഉണ്ട്, ഫാമിലി ആയിട്ട് കാണാൻ അത്യാവശ്യം നല്ല ഇതായിട്ട് കാണാം. കോമഡി എലമെന്റ്സ് ആണോ? കോമഡി ഉണ്ട്, രണ്ടും കൊള്ളാം. നല്ലതാ അഭിനയിച്ച പടം. നല്ല രസമുണ്ട്. എല്ലാവർക്കും ഇരുന്ന് കാണാൻ, നല്ല ചിരിക്കാനുണ്ട്, എൻജോയ് ചെയ്യാം. കുട്ടികളെ കൊണ്ടുവന്നിരുന്ന് എൻജോയ് ചെയ്യാം. അമ്പാൻ അടിപൊളിയായിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വന്നിട്ട് കാണാൻ. കോമഡി എലമെന്റ്സ് ആണോ ഈ റൊമാൻറ്റിക് എലമെന്റ്സ് ആണോ കൂടുതലും നിന്നിരുന്നത്? രണ്ടും ഉണ്ട്. ചിരിക്കാനൊക്കെ ഒരുപാടുള്ള, പിന്നെ ചിരിച്ചിരിക്കും മതിയായി. ഫാമിലീസിനൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പെർഫോമൻസസ് ഒക്കെ